നമസ്കാരം. ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസ് എന്താണെന്നറിയും? ജപ്പാനിൽ നാളെ സംഭവിക്കുമെന്നുള്ള ഒരു പ്രവചനം, ഒരു ദുരന്തത്തെക്കുറിച്ചുള്ള പ്രവചനം. റയോ തൊൽസുഗി എന്ന ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രവാചക പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും ധാരാളം കമൻസ് കണ്ടു. ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷെ ചിലർക്കെങ്കിലും അതിനുള്ള കഴിവുണ്ട്. എല്ലാവരും ഒരുപോലെയാണോ? എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ സ്വപ്നാനുഭവങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ചില സ്വപ്നങ്ങൾ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ 2 ദിവസം മുമ്പ് കൂടി അത്തരം ഒരു അനുഭവം ഉണ്ടായി. പഴയ സ്വപ്നത്തിനെ പറ്റി ഒരെണ്ണം പറയാം. ഒന്ന്, എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വളർത്തിയിരുന്ന ഒരു പൂച്ച, അതിൻ്റെ പേര് സിനു എന്നായിരുന്നു. എൻ്റെ കൂടെയാണ് കിടന്നുറങ്ങാറ്. അപ്പോൾ ഞാൻ സ്വപ്നം കാണാം സിനു ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ അവനെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത്, നിൻ്റെ അടുത്തല്ലേ കിടക്കുന്നത്. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ആ സ്വപ്നം കണ്ട പോലെ തന്നെ പൂച്ച ഛർദ്ദിച്ച് കൊഴിഞ്ഞു വീണ് ചത്തു. അയലക്കത്തെ ആരോ വിഷം വെച്ചതാണ്. അതൊരനുഭവം. പിന്നെ ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ്, അന്ന് എൻ്റെ കസിൻ മാത്രമാണ് കേട്ടോ, അപ്പോൾ ആള് ഹോസ്റ്റലിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നിരിക്കും. സ്വപ്നം കണ്ടു. അന്നൊക്കെ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരും, പഠിച്ചിരുന്നത് കോട്ടയത്ത് കുമ്മണ്ണൂർ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എന്നെ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ ഹസ്ബൻഡായിരുന്നു. അന്ന് പ്രേമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ, ഞാനിങ്ങനെ സ്വപ്നം കണ്ട് എഴുന്നേൽക്കണ്. ആൾ ആ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ ഹോസ്റ്റലിലേക്കുള്ള വഴി നടന്നു വരുന്നത് സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ അന്നൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട്, നടക്കാങ്കുന്ന് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ആ ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു പേപ്പറിൻ്റെ തുണ്ടിൽ എസ് ഓർ നോ എഴുതിയിടും. അപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എഴുതിയിട്ട് നോക്കിയപ്പോൾ 3 തവണയും യെസ് കിട്ടി. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ എൻ്റെ പ്രിൻസിയോട് പോയി അനുവാദം ചോദിച്ചു, മാഡം ഇന്ന് തങ്കപ്പേട്ടൻ വരും, കൂടെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പ്രിൻസി ചിരിച്ചുകൊണ്ട് എഴുത്ത് വിട്ടുണ്ടായി. ഞാൻ പറഞ്ഞല്ല, ഞാൻ സ്വപ്നം കണ്ടു വരുന്നു.